അപ്പോൾ നമുക്ക് മൈക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കറക്റ്റായിട്ട് കിട്ടൂ, എന്ത് വരുന്നുണ്ടല്ലോ. ഈ കാറ്റടിച്ച് കയറുമ്പോൾ ഉള്ള ഒച്ച എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. ഏറ്റവും ബെസ്റ്റ് തുറഹള്ളി ഫോറസ്റ്റ് ആണ്. തുറഹള്ളി ഫോറസ്റ്റിന്റെ അകത്തൂടെ നമ്മളിങ്ങനെ പോവാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് മുന്നോട്ട് പോയിട്ട്. വോയിസിന്റെ ക്ലാരിറ്റി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ നോക്കാം. ഞാൻ ഏകദേശം കുറച്ച് ചേഞ്ചസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി പുതിയ വണ്ടിയാണ്, 159 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പം പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 കിലോമീറ്ററിന് മുകളിൽ ഞാനൊരു 1-2 സർവീസ് വരെ ഓടിക്കാൻ പാടില്ല. ഇവിടെ എല്ലാം ഒരു ക്ലീനിങ് കണ്ടില്ലേ. ഫോറസ്റ്റിൻ്റെ സൈഡിലൊക്കെ എല്ലാം പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ടിട്ടിട്ട് ആൾക്കാർ പോകുന്നതാണ്. ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവരെല്ലാം പ്ലാസ്റ്റിക് കവറുകളൊക്കെ എല്ലായിടത്തും മാറ്റുകയാണ്. ആക്സിഡന്റ് സോൺ എഴുതിയിട്ടുണ്ട്. ചെറിയ മഴക്കാറുണ്ട്, പക്ഷെ മഴയില്ല. പക്ഷെ ഭയങ്കര തണുപ്പാട്ടോ. ഇതാണ് ശരിയായ ബാംഗ്ലൂർ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ സമ്മറിലൊക്കെ നല്ല ചൂടായിരുന്നു. കാറ്റുണ്ടോ എന്നറിയില്ല, നല്ല കാറ്റടിക്കുന്നുണ്ടാവും. അപ്പം ഭയങ്കര വിൻഡിയാ. എൻ്റെ ആദ്യത്തെ ട്രിപ്പ്, ഞാനിപ്പോൾ ഈ വ്ളോഗിങ് സെറ്റപ്പ് ശരിയായെങ്കിൽ എൻ്റെ ആദ്യത്തെ ട്രിപ്പ് ഞാൻ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? നന്ദി ഹിൽസ്. പക്ഷെ അത് പോകണമെന്നുണ്ടെങ്കിൽ രാവിലെ ഇറങ്ങണം. നമുക്ക് നൈസ് റോഡിൻ്റെ അവിടം വരെ പോയിട്ട് തിരിച്ചു വരാം. ഓക്കെ, ബാംഗ്ലൂരിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കണക്ടിവിറ്റി റോഡാണ് നൈസ് റോഡ്. ഇവിടെ അടുത്ത ജംഗ്ഷനിലാണ്. അടുത്ത ജംഗ്ഷനിൽ നമുക്ക് യൂ ടേൺ എടുത്തിട്ട് തിരിച്ചു വരാം. എന്നിട്ട് എങ്ങനെ വന്നു, വ്ളോഗ് വീഡിയോ എങ്ങനെ വന്നു, പിന്നെ നമ്മുടെ വോയിസ് എങ്ങനെ വന്നു, അതൊന്ന് ചെക്ക് ചെയ്യാം. ദിസ് ഈസ് വാട്ട് ഈസ്
കാണുന്ന റോഡാണ് നൈസ് റോഡ്. ഈ നൈസ് റോഡ് വഴി കയറിയാൽ നമുക്ക് ബാംഗ്ലൂരിൻ്റെ പല റോഡിലേക്കും, അതായത് മേജർ റോഡുകളിലേക്ക് കണക്റ്റ് ആകാം. മൈസൂര് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് മൈസൂർ റോഡിലോട്ടൊക്കെ ഇത് കണക്റ്റ് ആവും. എൻ്റെ ബോർഡ് ഞാൻ കാണിക്കാം. കണ്ട ബന്നർഘട്ട റോഡ്, കനക്പുര റോഡ്, ഹോസൂർ റോഡ്, മൈസൂർ റോഡ്, മാഗഡി റോഡ് ഒക്കെ കണക്റ്റ് ആവും. നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ യൂട്ടേൺ എടുക്കാം. ഓക്കെ, എടുത്തിട്ട് നമുക്ക് തിരിച്ചു പോകാം. പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ വോയിസ് ക്ലാരിറ്റി നല്ല അടിപൊളിയായിട്ട് കിട്ടിയെങ്കിൽ വാവ്. പിന്നെ ഞാൻ ഈ സെയിം സെറ്റപ്പ് കുറച്ചാൾ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു എക്സ്റ്റേണൽ മൈക്കൊക്കെ മേടിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. SRD Ventures. ഇവിടെയൊക്കെ ഒത്തിരി റിയൽ എസ്റ്റേറ്റ് കമ്പനികളുണ്ട്. ഇവിടെയൊക്കെ പ്രോപ്പർട്ടിക്കൊക്കെ ഒരു 6000 മുതൽ 7000 രൂപ വരെ ഒരു സ്ക്വയർ ഫീറ്റിനുണ്ട്. വെരി എക്സ്പെൻസീവ്. നല്ല ലേ ഔട്ട്, നല്ല ഏരിയ ആണ്. ഒത്തിരി പുതിയ പുതിയ ഫീൽഡുകളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ഞാനിപ്പോൾ എൻ്റെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് നമ്മുടെ ഷിരൂരിൽ നമ്മുടെ ഒരു ലോറി പോയി അർജുനെ കാണാതായത് ഭയങ്കര ഒരു സംഭവമായിപ്പോയി. അത് ഭയങ്കര വലിയൊരു ലാൻഡ് സ്ലൈഡാണ് അവിടെ നടന്നത്. ഞാൻ ആ ന്യൂസ് ഭയങ്കര ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ അതിനകത്തിപ്പോൾ 2 ദിവസമായിട്ട് ഇപ്പോൾ ഒരു ഈശ്വർ മാൽപേ എന്ന് പറഞ്ഞ ഒരു ഡൈവർ, പുള്ളി ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. പുള്ളി 200 പേരെയൊക്കെ രക്ഷിച്ചിട്ടുണ്ടെന്നാണ് കേട്ടത്. പുള്ളിയുടെ അണ്ടറിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ആ കുടുംബത്തിനെ ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു വിഷമം മനസ്സിലുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് ഇത്രയും ദിവസങ്ങളായി അങ്ങനെ ഒരു കുഴപ്പമുള്ളൂ. എനിക്ക് ഈശ്വർ മൽപേ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഒന്ന് പോയി കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം പുള്ളിയുടെ സ്വന്തം ജീവൻ ബലി കൊടുത്തിട്ട് ഈ പർട്ടിക്കുലർ മിഷന് വേണ്ടി പുള്ളി ഇറങ്ങി വെള്ളത്തിൽ. അതായത് നമ്മുടെ നേവിയുടെയൊക്കെ ഡൈവേഴ്സ് ഇറങ്ങാൻ മടിക്കുന്ന സ്ഥലത്ത് പുള്ളി ഇറങ്ങി റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി പുള്ളിയുടെ സ്വന്തം റിസ്കിൽ നിന്ന് എഴുതി കൊടുത്തിട്ടാണ് പുള്ളി ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മനുഷ്യരെയൊക്കെ നമുക്ക് വളരെ അപൂർവമായി കാണാൻ പറ്റുള്ളൂ. സല്യൂട്ട്, റെസ്പെക്ട് ടു ദ കോർ എന്നാണ് പറയാൻ. എല്ലാവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല.
ഒരു ഭയങ്കര ക്ലീനിങ് ആണല്ലോ ഇവിടെ. അവര് ഒരു ടീമായിട്ട് വന്ന് ഫോറസ്റ്റ് ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഫോട്ടോ എടുക്കുക അതൊക്കെ ചെയ്യുന്നുണ്ട് അവർ. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ. അങ്ങനെ നമ്മൾ തുറവള്ളി ഫോറസ്റ്റിൻ്റെ പുറത്ത് വീണ്ടും എത്തി. ഇപ്പം ഇനി വീട്ടിൽ പോയി ഈ വീഡിയോ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്.